നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. PV അൻവറിന്റെ ഫേസ്ബുക്ക് വോട്ട് അഭ്യർത്ഥന ഷെയർ ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ വിവാദക്കുരുക്കിൽ. പൊന്നാനിയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി PV അൻവർ വോട്ട് അഭ്യർത്ഥന എന്നോണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയുമായി കുശലം പറയുന്ന ചിത്രമാണ് പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി PV അൻവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വഴികാട്ടിയായി അങ്ങുള്ളപ്പോൾ വിജയം സുനിശ്ചിതമാണ് സഖാവേ, സഖാവ് പാലോളിക്കൊപ്പം എന്ന കുറിപ്പോടെയായിരുന്നു അൻവറിന്റെ പോസ്റ്റ്. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതാണ് ഇപ്പോൾ വിവാദത്തിലായത്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിന് തുല്യമാണ് ഈ ഷെയർ എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ ഈ പ്രവൃത്തിയെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടായിരിക്കും കണക്കാക്കുക. എന്നാൽ തന്റെ ഗുരുനാഥൻ കൂടിയായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ചിത്രം കണ്ടപ്പോൾ ഷെയർ ചെയ്യുക മാത്രമായിരുന്നുവെന്നാണ് മഞ്ചേരി ശ്രീധരൻ നായർ പറയുന്നത്. PV അൻവറിന് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് അല്ല ഇതെന്നും ശ്രീധരൻ നായർ വിശദീകരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന തരത്തിൽ യാതൊരു പോസ്റ്റുകളും കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ പാടില്ല എന്ന ചട്ടം നിലനിൽക്കവെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ എന്ന ഉയർന്ന സർക്കാർ പദവിയിൽ ഇരുന്നു കൊണ്ട് ശ്രീധരൻ നായർ പോസ്റ്റ് ഷെയർ ചെയ്തത്. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ പോലും 2 വട്ടം ചിന്തിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാവാൻ അധികം സമയം വേണ്ടെന്നാണ് ഈ സംഭവത്തിന്റെ ചുരുക്കം. അതും സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് സാരം. ഭരണഘടനാ പദവിയായ അഡ്വക്കേറ്റ് ജനറലിന്റേതിന് തുല്യമായ സുപ്രധാന പദവിയാണ് DGPയുടേത്. എന്നാൽ ഇതുപോലും ചിന്തിക്കാതെയാണ് അദ്ദേഹം പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഉന്നത പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് മഞ്ചേരി ശ്രീധരൻ നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ പദവിയായ അഡ്വക്കേറ്റ് ജനറലിന്റേതിന് തുല്യമായ സുപ്രധാന പദവിയാണ് DGPയുടേത്. കൂടാതെ സംസ്ഥാന സർക്കാരിന്റെ സ്റ്റേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറും ലോകായുക്തയുടെ സ്പെഷ്യൽ അറ്റോർണിയുമാണ് ഇദ്ദേഹം. നിരവധി പേരുകൾ പരിഗണനയിൽ വന്നതിന് ശേഷം CPM പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി വീണ്ടും സമർപ്പിച്ച ശുപാർശ പ്രകാരമായിരുന്നു അൻവറിന് തന്നെ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. ആദ്യവട്ടം PV അൻവറിന്റെ പേര് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചെങ്കിലും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. എന്നാൽ സ്ഥാനാർത്ഥിയായി അൻവർ മതി എന്ന ഉറച്ച നിലപാടിലായിരുന്നു CPM പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി. പഴയ കോൺഗ്രസുകാരനായ PV അൻവറിനെ തെരഞ്ഞെടുപ്പിൽ നിർത്തി കോൺഗ്രസ് വോട്ടുകൾ സമാഹരിക്കുക എന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. നിലമ്പൂരിൽ നിന്ന് കോൺഗ്രസ് വോട്ടുകൾ പിടിച്ചെടുത്ത് ജയിച്ച അൻവറിന് പൊന്നാനിയും പിടിക്കാൻ പറ്റുമെന്നാണ് പാർട്ടി നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പെരിന്തൽമണ്ണയിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കിന്റെ നിർമ്മാണം അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ട്. ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് നിലവിൽ പാർക്ക് താൽക്കാലികമായി പൂട്ടിയിരിക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ള മേഖലയായിട്ടും അത് മറച്ചുവെച്ച് പാർക്ക് നിർമ്മിച്ചത് വാർത്തയായതിനെ തുടർന്ന് വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.